ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗിപ്പൊടിയും നേന്ത്രപ്പഴവും കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയെടുത്ത നല്ല ടേസ്റ്റിയും പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒട്ടും ഓയിലൊന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കാഷ്നട്ടൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാഷ്നട്ട് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം ഉണ്ടെങ്കിൽ അത് വേണം എടുക്കാനായിട്ട്. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഈ പഴം ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഇതിപ്പോൾ പഴമെല്ലാം കളറെല്ലാം ഒന്ന് ചേഞ്ചായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പാച്ചുല കൊണ്ട് ഒന്ന് ഉടച്ചും കൂടെ എടുക്കണം. പഴുത്ത പഴമാണെങ്കിൽ വേഗം തന്നെ അത് ഉടച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് പഴുത്ത പഴമുണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിവിടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശം മാറുന്നതുവരെ 1-2 മിനിറ്റ് എല്ലാം കൂടി നന്നായിട്ട് ഇനി യോജിപ്പിച്ചെടുക്കാം. ആ തേങ്ങയും പഴവും ഒന്ന് മിക്സായി വരണം. അതുവരെ 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആ ശർക്കരയെല്ലാം ഒന്ന് മെൽറ്റായി വരുന്നതുവരെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ശർക്കരയെല്ലാം ഇവിടെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പഴത്തിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് എടുക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ചൊന്ന് തണുക്കാനായിട്ട് ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്കിതിലേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 3/4 കപ്പ് റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. റാഗി പൗഡർ എടുക്കുമ്പോൾ റോസ്റ്റഡ് റാഗി പൗഡർ വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ 1-2 മിനിറ്റ് പാനിലിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തിട്ട് വേണം എടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവ എടുക്കുമ്പോഴും റോസ്റ്റഡ് റവ വേണം എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വഴറ്റി വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സ് കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. സാധാരണ പച്ചവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 1/2 കപ്പ് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള 1/2 കപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ടോട്ടൽ ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കത് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. റവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. റവയെല്ലാം നന്നായിട്ട് ഇനി കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ പഴം വഴറ്റിയെടുത്തപ്പോൾ അതിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മാവിലും കൂടെ കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ആ ഏലക്കാപ്പൊടിയും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പലഹാരത്തിനുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ ബൗളുകളിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലുള്ള ബൗളില്ലെങ്കിൽ വലിയ സ്റ്റീൽ പ്ലേറ്റിൽ തയ്യാറാക്കി എടുത്താലും മതിയാകും. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. എല്ലാ ബൗളിലും നെയ്യൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ വെച്ചാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാ ബൗളിലും ബാറ്ററിയുടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ എടുക്കണം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഫ്രഷായിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ കുറച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആവിയിലാണ് വേവിച്ചെടുക്കാനുള്ളത്. അതിനായി ഞാനിവിടെ സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് ഇനി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ ബൗൾ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാനിവിടെ ആദ്യം 2 എണ്ണമാണ് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 2 എണ്ണമേ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് 2 എണ്ണം ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇത് കുക്കായിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ക്ലീനായിട്ട് കിട്ടുന്നെങ്കിൽ ഇത് കുക്കായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കേണ്ടതാണ്. ഇതിവിടെ ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നും മാറ്റിയെടുക്കാം. തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ഒരു സ്പാച്ചില കൊണ്ട് ഞാനിവിടെ ഒന്ന് വിടിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കയ്യിലേക്ക് ഒന്ന് തട്ടിയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈസി ആയിട്ട് തന്നെ ആ ബൗളിൽ നിന്ന് ഇളകിപ്പോരും. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള പലഹാരമാണ്. ഒട്ടും ഓയിലൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല ഹെൽത്തിയുമായിട്ടുള്ള പലഹാരമാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ.